ഹായ്. അങ്ങനെ നാളെ എല്ലാവരും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. രാവിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങും, എല്ലാവരും ബൂത്തിലേക്ക് എത്തും. നമ്മൾ പല ചിഹ്നങ്ങളും കാണും, നമ്മളിത് ആർക്ക് ചെയ്യണം എന്ന്, അല്ലേ? എനിക്ക് സ്നേഹത്തോട് പറയാനുള്ളത്, നമ്മൾ നല്ല ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുക. നല്ല ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുക. നല്ല ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാടിന് ഗുണമാണ്, അല്ലേ? ഗുണമുണ്ടാവും. ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും, ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മളെ കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാവരും നല്ല ഐക്യത്തോടെ പോവുക. നല്ല ഭരണാധികാരിയുടെ ലക്ഷണം അതാണ്. അവിടെ ജാതി മതം വേർതിരിവ് ഉണ്ടാവില്ല. എല്ലാവരും നല്ല ഐക്യത്തോടെ പോകാൻ പറ്റും. നല്ല ഭരണാധികാരി ഉണ്ടായാൽ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നന്നായി ആലോചിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഭക്ഷണത്തിന്റെ പേരിലായാലും ആഘോഷത്തിന്റെ പേരിലായാലും പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഓരോ മതത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേരളത്തിൽ ഇന്ന് അത് സംഭവമില്ല. കേരളം ഇന്ന് നമ്പർ 1 എല്ലാ കാര്യത്തിലും. ചികിത്സയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും നമ്പർ 1. ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം കേരളം എന്ന് പറയുന്നത്. അത് അന്നും അതെ ഇന്നും അതെ, അതിന് മാറ്റമില്ല. എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. എന്ത് പ്രശ്നം വന്നാലും എല്ലാ പാർട്ടിക്കാരും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. എല്ലാ മതത്തിലുള്ളവരായാലും ചേർത്തിട്ട് പിടിച്ചിട്ടേ ഉള്ളൂ. അവിടെ വേർതിരിവ് കണ്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? പല പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ചില കൂട്ടർ പറയുന്നത് മാറാത്തത് മാറും എന്ന് പറയുന്നു. അങ്ങനെ മാറണോ? നമ്മക്ക് ഇവിടെ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനോ, അല്ല ഓണം ആഘോഷിക്കുന്നതിനോ, അല്ലെ വിഷു ആഘോഷിക്കുന്നതിനോ, അല്ലെ പെരുന്നാൾ ആഘോഷിക്കുന്നതിനോ നമുക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല. എന്താ? ഒരു പ്രശ്നവുമില്ല. എല്ലാവരും നല്ല ഐക്യത്തോടെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നുണ്ട്. അത് അമ്പലത്തിൽ ഉത്സവമായാലും ശരി, പള്ളിയിലെ നേർച്ചയായാലും ശരി, ക്രിസ്ത്യൻ പള്ളിയിലെ അവരെ പരിപാടി ആയാലും ശരി, എല്ലാവരും നല്ല ഐക്യത്തോടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അല്ലാതെ ഒരു ക്ഷേത്രത്തിലെ പരിപാടി വരുമ്പോൾ പള്ളിക്ക് പായിട്ട് മൂടാനോ അല്ലെ മറ്റൊന്ന് മൂടാനോ ഒന്നും ഇവിടെ ആരുമില്ല. എല്ലാവരും നല്ല സഹകരണത്തോടെയാണ് നമ്മൾ ഇന്ന് കേരള ജനത മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും നാളെയും അങ്ങനെ ആയിരിക്കണം, എല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഈ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ആർക്ക് തിരഞ്ഞെടുക്കണം എന്ന്. ചില ആൾക്കാർ ഇന്ന് മതം പറഞ്ഞും വർഗീയത പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടാണ് ചില ആൾ വോട്ട് പിടിക്കുന്നത്. നമ്മൾ വിട്ടുകൊടുക്കരുത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ചേർത്ത് പിടിക്കുക. ഇപ്പൊ മറ്റുള്ള ജില്ലയിൽ കാണുന്നുണ്ട് പണം കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള ശ്രമം. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഭീഷണിപ്പെടുത്തിയാണ് അതിനെതിരെ. അപ്പൊ നമ്മളത് നന്നായി ആലോചിക്കണം. നമ്മളെ കേരളത്തിന് വിട്ടുകൊടുക്കരുത്, ഒറ്റ കൊടുക്കരുത്. നമ്മളെ കേരളത്തിന് എല്ലാവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മുസ്ലിംസ് എല്ലാവരും നല്ല സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. കേരളത്തിൽ നമ്മൾ വിട്ടു തരൂല എന്ന് നമ്മൾ പറയണം. നമ്മൾ വരുന്ന തലമുറകൾ, ചെറിയ കുട്ടികളുണ്ട്, അവർ ആ നല്ല ഐക്യം കണ്ടു വളരണം. നമ്മളെ കുട്ടികളും എല്ലാവരും നല്ല ഐക്യത്തോടെ വളരണം. അയൽവാസികൾ നല്ല ഐക്യത്തോടും ചങ്ങായിമാരും എല്ലാവരും ഐക്യത്തോടും. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നില്ലേ, വാർത്ത കാണുന്നില്ലേ? നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്തെല്ലാം സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിൽ, അല്ലേ? എന്തെല്ലാം പേരിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ചില വാർത്ത കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും, അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടി, നമ്മളെ കേരളം എത്ര മനോഹരമാണ്. നമ്മളെ കേരളം, അല്ലേ? എത്ര നല്ല ധൈര്യമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം, ഒരു ടെൻഷനും ഇല്ല നമുക്ക് കേരളത്തിൽ ഉണ്ടാ. ആ കേരളത്തിന് നമ്മൾ ചേർത്ത് പിടിക്കുക. നാളത്തെ തെരഞ്ഞെടുപ്പ്, ഞാൻ വീണ്ടും പറയുന്നു, നാളെ തെരഞ്ഞെടുപ്പ് വിലപ്പെട്ടതാണ്. ഓരോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരു വർഗീയ പാർട്ടിക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. ഒരു വോട്ട് പോലും നമ്മൾ കളയരുത്. ചേർത്ത് പിടിക്കുക, കേരളത്തിലെ ചേർത്ത് പിടിക്കുക. ഇവിടെ ഒരു പ്രശ്നമില്ല നമുക്കിപ്പോ മാംസത്തിന്റെ പേരിലായാലും ബീഫിന് ബീഫ്, ചിക്കന് ചിക്കൻ, മട്ടന് മട്ടൻ, അല്ലെ? പന്നിക്കാണ് പന്നി. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഒരാളെ തടയാൻ വരില്ല നമ്മളിവിടെ കേരളത്തിൽ. ഉണ്ടാ അന്നുമില്ല ഇന്നുമില്ല നാളെ അതങ്ങനെ തന്നെ. ഇവിടെ ഒരു പ്രശ്നമില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ഒരു ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ ഒരു വാഹനം ഇവിടെ ആരും തടയുകയും ചെയ്യില്ല. ഒരു വാഹനം തല്ലി പൊളിക്കാനോ ഡ്രൈവർ ആക്രമിക്കാനോ ഇടുന്ന ഒരാളും വരില്ല നമ്മളെ കേരളം. കാരണം തന്നെ കേരളം ചേർത്ത് പിടിക്കലാണ് എല്ലാവരും. അതാണ് നമ്മളെ കേരളം. ആ കേരളത്തിനെയാണ് മാറാത്തതും മാറും എന്ന് പറഞ്ഞിട്ട് ചില കൂട്ടർ വന്നുകൊണ്ടേയിരിക്കുന്നു. കാലങ്ങളായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് നടന്നിട്ടില്ല. നമ്മൾ വിട്ടുകൊടുക്കരുത് അവർക്ക്.
ചേർത്ത് പിടിക്കുക.